കുറെ കാലമായിട്ട് CPM അനുവർത്തിക്കുന്ന ഒരു സമീപനം സകലമാന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും ഞങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. ഇതിൽ വന്നു കഴിഞ്ഞാൽ CPM എത്തിക്കഴിഞ്ഞാൽ ആരും ഒന്നും ചെയ്യില്ല, എല്ലാ സംരക്ഷണവും കിട്ടും എന്നൊരു മെസ്സേജ് അറിയാതെ കൊടുത്തുപോയി. അത് കൊടുത്തുപോയപ്പോൾ സകലമാന ആളുകളും ഈ കൊടിയുടെ പിറകിൽ വന്ന് ഗുണ്ട ആക്രമണം നടന്നു കഴിഞ്ഞാൽ ഉടനെ പറയും അത് രാഷ്ട്രീയമാണെന്ന് പറയും. നമ്മളൊക്കെ കണ്ടതാണ്. കഴിഞ്ഞ നമ്മുടെ തിരുവനന്തപുരത്തിനകത്ത് 2 ഗുണ്ടാ സംഘങ്ങൾ നട്ടപ്പാതിരക്ക് ഏറ്റുമുട്ടി. പിറ്റേ ദിവസം മുതൽ എന്തിനു കൊന്നു കോൺഗ്രസ് എന്ന് പറയുന്നു. ഗുണ്ടകൾക്ക് വളരെ കൃത്യമായ സംരക്ഷണം കിട്ടി. ഇന്നലെയും നമ്മൾ കണ്ടു, വീണ ജോർജിന്റെ നേതൃത്വത്തിൽ 12 ആളുകളെ പാർട്ടിക്കകത്തേക്ക് എടുത്തു. അതിൽ കാപ്പ കേസിൽപ്പെട്ട ആളെ ഒരല്പം കഴിഞ്ഞ കേസൊക്കെ വിമുക്തരായിട്ട് എടുത്തറിയാം. 62 പേരെടുത്ത് അതിൽ ഒരുത്തൻ ഇന്ന് കഞ്ചാവ് കേസ് കുടുങ്ങി. എന്തിനാ CPM ഇതുപോലെയുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നത്? ഞങ്ങളൊക്കെ പ്രാദേശികമായി മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ചിന് പങ്കെടുക്കേണ്ടി വരേണ്ട ആളുകളാണ്. തികച്ചും പ്രാദേശികമായ വിഷയങ്ങളായിരിക്കും. പോലീസ് ഒരു അനങ്ങാപ്പാറ നയം കാണിക്കുന്നു. ഒരു കേസിൽ പോലും നടപടിയെടുക്കാൻ പോലീസ് തയ്യാറല്ല. കൈ കെട്ടിയിട്ട അവസ്ഥയിലാണ് കേരളത്തിന്റെ പോലീസ്. മറുഭാഗത്ത് ഹൈ പ്രഷർ. നമ്മൾക്കറിയാം, ഏകദേശം 200ഓളം പോലീസുകാരാണ് ഈ ഭരണത്തിൽ ആത്മഹത്യ ചെയ്തത്. മേലുദ്യോഗസ്ഥരുടെ പ്രഷർ സഹിക്കാൻ പറ്റാത്ത ഉദ്യോഗസ്ഥർ. എന്തുകൊണ്ട്? ഏത് കേസ് എടുക്കുന്ന സമയത്തും ഏത് കേസ് വരുന്ന സമയത്തും അവർക്ക് പ്രഷറാണ്. FIR ഇടാൻ പാടില്ല, കേസ് എടുക്കാൻ പാടില്ല, പ്രതികളെ മോചിപ്പിച്ചു കൊണ്ടുപോകുന്നു. എത്രയേറെ സംഭവങ്ങൾ നമ്മൾക്കറിയാം. വണ്ടിപ്പെരിയാറിൽ സംഭവിച്ചു. എത്ര കൂളായിട്ടാണ് ആ പ്രതിയെ സംരക്ഷിച്ച് പോയത്. വാളയാർ ഇന്നും കേരളത്തിൽ നമ്മളിപ്പോൾ ഉന്നാവയിലെ പെൺകുട്ടിക്ക് വേണ്ടി ഒരുമിച്ചിരുന്ന് മെഴുകുതിരി കത്തിച്ച ആളുകളാണ് നമ്മൾ. അങ്ങ് ഉത്തർപ്രദേശിലെ സംഭവം നടക്കുന്ന സമയത്ത് കൊച്ചു കേരളത്തിൽ 9ഉം 13ഉം വയസ്സുള്ള 2 കുട്ടികളെ കെട്ടിത്തൂക്കി കൊന്നിട്ട് ഒരു നടപടിയെടുക്കാൻ കേരളത്തിന് സാധിച്ചിട്ടില്ല. പ്രതികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരു പ്രോസിക്യൂട്ടറെ കൊടുക്കാൻ കേരളത്തിന് സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എവിടെ എത്തി? ഇപ്പോ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ക്രൈം റെക്കോർഡ്സിൽ നമ്മൾ പിറകിലാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാൽ തീരുമോ? ഈ പാപത്തിന്റെ കറ ഒഴുക്കിക്കളയാൻ കഴിയുമോ? ഈ പാപത്തിന്റെ കറ നിങ്ങളൊന്ന് വെറുതെ ആലോചിക്കുക. ഇങ്ങനെ ഒരു വിഷയം വരുന്ന സമയത്ത് അത് നിയമസഭയ്ക്കകത്ത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ കേരളത്തിലെ 140 MLA-മാർക്ക് കേരളത്തിനകത്ത് പ്രതിദാനം ചെയ്യുന്ന ആളുകൾക്ക് സംസാരിക്കാൻ ഞങ്ങളുടെ മണ്ഡലത്തിൽ ഇതാണ്, രാഷ്ട്രീയം വിട്ടേക്ക്, ഞങ്ങളുടെ മണ്ഡലത്തിൽ ഇങ്ങനെയാണ്, പോലീസ് സ്റ്റേഷനുകളിൽ ആക്ഷൻ ഉണ്ടാവുന്നില്ല, പോലീസുകാർ കൈകെട്ടിയ അവസ്ഥയിലാണ്, പോലീസിനെ നിയന്ത്രിക്കുന്നത് മാഫിയകളാണ്, പോലീസിനെ നിയന്ത്രിക്കുന്നത് ഇന്ന പാർട്ടിക്കാരാണ് എന്ന് പറയാനുള്ള ഒരു അവസരത്തിനെയാണ് നിഷേധിച്ചത്. അവിടുന്ന് ഒളിച്ചോടുകയാണ്. എത്രത്തോളം നേരത്തെ ശ്രീ ബി ജയരാജ് ചോദിച്ചത് തന്നെ ഞാൻ ചോദിക്കും, എത്രത്തോളം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രിക്ക് ഇങ്ങനെ ഒളിച്ചോടാൻ സാധിക്കും? എത്ര കാലം മറുപടി കൊടുക്കാതിരിക്കാൻ സാധിക്കും? നമ്മൾ ഇന്ന് കണ്ടില്ലേ, 15-16 കുട്ടികളുടെ ചിത്രമെടുത്ത് പ്രചരിപ്പിച്ച ഒരു SFI നേതാവിനെ സ്റ്റേഷനകത്തേക്ക് ഒരു രാജാവിനെ പോലെയാണ് കൊണ്ടുവരുന്നത്. 15 മിനിറ്റ് കൊണ്ടാണ് ആ കുട്ടിയെ സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കുന്നത്. സിദ്ധാർത്ഥന്റെ കൊലപാതകം നടന്നു, അതങ്ങ് കുഴിച്ചു വ്യക്തമാക്കിയിട്ടുണ്ട് നിജേഷ്. എനിക്ക് കാലടി സർവകലാശാലയിലെ കാര്യമാണല്ലോ പറയുന്നത്. അല്ലെ, കാലടി SFI വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും ആ കുട്ടി SFIയുടെ ഭാഗമായിരുന്നു. ആ കുട്ടി, ഞാൻ അതിനെ രാഷ്ട്രീയമായിട്ടല്ല പറയുന്നത്, ആ കുട്ടിക്ക് പോലും സംരക്ഷണം ഇതിനകത്ത് കൊടുക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നു. ഇത്ര മോശമായി 15 കുട്ടികളുടെ ചിത്രം ഇങ്ങനെ പ്രചരിപ്പിച്ചാൽ അതിലൊന്നും ഒന്നും സംഭവിക്കാനില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മൾക്ക് തന്നെ അറിയില്ല. ഞങ്ങൾ ഉയർത്തിയ ഈ കേരളത്തിൽ ഒരുപക്ഷെ വർഗീയമായി കത്തിപ്പടരേണ്ട ഒരു സംഭവം ഉണ്ടായി. കേരളത്തിലെ വടകര ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിരന്തരം പരാതി കൊടുത്തു. കാഫിർ പ്രയോഗം നമ്മൾക്കറിയാം. ഞങ്ങൾ കാഫിർ ആരോ ഇറക്കട്ടെ, ഒരു ആക്ഷൻ എടുക്കാൻ കേരളത്തിന്റെ പോലീസിന് സാധിക്കണ്ടേ, കണ്ടുപിടിക്കാൻ സാധിക്കണ്ടേ? ഇത്രയേറെ ടെക്നോളജി, ചന്ദ്രനിലേക്ക് പോകാൻ ആള് തയ്യാറെടുക്കുന്ന സമയത്ത് ടെക്നോളജിയിൽ അത്രയും അങ്ങേയറ്റം എത്തിയ സമയത്ത് ആരുണ്ടാക്കി എന്ന് പറഞ്ഞ് മാതൃകാപരമായി ശിക്ഷിക്കാൻ കേരളത്തിന്റെ പോലീസിന് സാധിക്കണ്ടേ? ആ കേരളത്തിന്റെ പോലീസിന്റെ കൈ കെട്ടിക്കൊടുക്കും. നമ്മൾക്കറിയാം, സിദ്ധാർത്ഥന്റെ കൊലപാതകം നടന്നപ്പോൾ പ്രതികൾക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. ഒരു പ്രയാസമില്ല. പ്രതികളോടൊപ്പം മുൻ MLA വരെ മജിസ്ട്രേറ്റിന്റെ വീട് വരെ പോകുന്നു. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലിപ്പൊട്ടിച്ച ആളുകളെ ഒരു ദിവസം പുറത്താക്കുന്നു, പിറ്റേ ദിവസം അവർ വരുന്നു, അവരെ തന്നെ പാർട്ടി കമ്മിറ്റിയിലേക്ക് വെക്കുന്നു. ക്രിമിനലുകളെ ഇപ്പൊ കൊയിലാണ്ടി കോളേജിൽ പ്രിൻസിപ്പൽ അടിച്ചു താഴെ ഇടുന്നു, പിറ്റേ ദിവസം എന്താണ്, പ്രിൻസിപ്പൽക്കെതിരെ കേസെടുക്കുന്നു. ഇങ്ങനെ ഏത് മേഖല നോക്കിക്കഴിഞ്ഞാലും അത് സ്ത്രീകൾക്കെതിരെയുള്ളതും കുട്ടികൾക്കെതിരെയുള്ളതും അതോടൊപ്പം തന്നെ കേരളത്തിലെ സാധാരണ പൗരനും നീതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിനകത്തുണ്ട്. ഇതാണ് തിരുത്തേണ്ടത്. അല്ലാതെ ഞങ്ങൾക്ക് ഇത്ര വോട്ട് അവിടെ നഷ്ടപ്പെട്ടു അത് തിരുത്തും എന്നല്ല പറയേണ്ടത്. നമ്മൾ ടാക്സ് അടയ്ക്കുന്നു. നമ്മൾ ടാക്സ് അടയ്ക്കുമ്പോൾ ജീവനും സ്വത്തിനും സംരക്ഷണം തരാൻ ഈ സർക്കാർ ബാധ്യസ്ഥരാണ്. അത് കൊടുക്കാൻ കഴിയുന്നില്ല.